മലയാളികളിൽ ആർക്കും തന്നെ മറക്കാനാവാത്ത രണ്ട് പേരുകളാണ് നീനു, കെവിൻ. ആത്മപ്രണയം മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ രണ്ട് പേരും. കെവിൻ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയത് നീനുവിൻ്റെ അച്ഛനും സഹോദരന്മാരും. കെവിൻ്റെ മരണശേഷം ഇനി കെവിൻ്റെ വിധവയായി കെവിൻ്റെ വീട്ടിൽ ജീവിക്കുമെന്ന് പറഞ്ഞ നീനുവിനെ അത്ര പെട്ടെന്ന് ആർക്കും തന്നെ മറക്കാനാവാത്ത ഒന്നായിരുന്നു. ഇനിയുള്ള കാലം കെവിൻ്റെ വിധവായി കെവിൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ച് ഞാൻ ജീവിക്കും എന്നായിരുന്നു നീനു പറഞ്ഞത്. ഇത് തീരാ നൊമ്പരമാണ് മലയാളികൾക്ക് നൽകിയത്. എന്തായിരുന്നു കെവിൻ ചെയ്ത തെറ്റ് എന്നുള്ളതാണ്. താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൂടാൻ നിർത്താൻ പ്രയത്നിച്ചു എന്നുള്ളതാണ് കെവിൻ ചെയ്ത ഒരേയൊരു തെറ്റ്. ഇതിനെതിരെ ഉയർന്ന സർവ്വ ഭീഷണിയെയും വക്കാത്തത് കൊണ്ട് 24 വയസ്സിൽ തന്നെ കല്ലറയിൽ പ്രവേശിക്കേണ്ടി വന്ന കെവിൻ. എന്നാൽ നീനുവിൻ്റെ കുടുംബം പറയുന്നത് ഒരിക്കലും കെവിനെ വകവരുത്തിയത് ഞങ്ങളല്ല എന്നതാണ്. കെവിൻ്റെ വിധവയായ നീനു കെവിൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ച് ഇനിയുള്ള കാലം അവരുടെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞ നീനുവിനെ മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും വയനാട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം ഡിസംബർ മാസത്തിൽ നീനുവിനെ വിവാഹം കഴിച്ച് അയച്ചത് എന്നുമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിന്നാലെ ഇത് വ്യാജ വാർത്തയാണെന്നുള്ള വിലയിരുത്തലുകളും വന്നു. പരസ്പരം ഒന്നിച്ച് ജീവിക്കണം. കഴിഞ്ഞുപോയ ജീവിതത്തെ ആലോചിച്ച് ഒരു പെൺകുട്ടി എത്ര കാലം ഇങ്ങനെ വേദനയിൽ കഴിച്ചു തീർക്കും? നീനു ഒരു വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നീനു ഒരു വിവാഹം കഴിക്കേണ്ടത് തന്നെ യാണെന്നാണ് നീനുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ നീനുവിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വിശദീകരണം ലഭിച്ചിരിക്കുകയാണ്. നീനു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. നീനു കെവിനെ മറക്കാൻ ഇപ്പോഴും നീനുവിന് സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ വ്യാജ വാർത്ത പടച്ചു വിടുന്നവരുടെ ഉദ്ദേശം മറിച്ച് റീച്ചും പണവും തന്നെ. കെവിൻ്റെ കുടുംബവും നീനുവിൻ്റെ അടുത്തറിയുന്നവരും ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വിവാഹം നീനു കഴിച്ചിട്ടില്ല.